അവതാർ 3 ഫയർ ആൻഡ് ആഷ് ഡയറക്റ്റഡ് ബൈ ജെയിംസ് കാമറോൺ. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം. അവതാർ 2 എവിടെ അവസാനിപ്പിച്ചോ അവിടെ തന്നെയാണ് ഇപ്പോൾ പടം. അതായത് അവിടെ നിന്ന് ഒരു രീതിയിലും ഡെവലപ്പ് ആവാത്തൊരു സിനിമയാണ് അവതാർ 3 എന്ന് പറഞ്ഞത്. അവതാർ 3 കണ്ടിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സുഖം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് 3D ആണ്. അവതാർ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല 3D എക്സ്പീരിയൻസ് ഈ സിനിമ തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പക്ഷെ അതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് കുറച്ച് നേരം ഫീൽ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതേപോലെ തന്നെ വിഷ്വൽസൊക്കെ ഫസ്റ്റ് നമ്മൾ ആ 3D സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ ബാക്കി കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും സംഭവിക്കുന്നില്ല. കാരണം അവതാർ 1 എന്ന് പറഞ്ഞത് ഒരു വല്ലാത്തൊരു പടമായിരുന്നു. പക്ഷെ അതിൻ്റെ അത്ര തന്നെ അവതാർ 2 ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഒരു കിടിലം പടമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. പക്ഷെ അവതാർ 3 എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞത് കഥ നേരത്തെ പറഞ്ഞ പോലെ അവതാർ 2 അവിടെ നിന്ന് അവിടെ തന്നെയാണ്. ഈ 3.25 മണിക്കൂറിൽ അവതാർ 3ൻ്റെ 3.25 മണിക്കൂറിൽ എവിടെയും സിനിമ ഡെവലപ്പായിട്ടില്ല. എവിടെയാണോ കഥ നിന്ന് അവിടെ തന്നെ. ഒന്നാമത് 3 പടത്തിൽ ഒരു വില്ലനാണ്. പിന്നെ ഇതിൽ നിന്ന് മരം കുത്തി പോലത്തെ ഒരു പെണ്ണ് വരുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അവതാർ 3 ഒരു പുതുമായിട്ട് തോന്നി. അത് വേറൊരു ക്ലാനാണ്. വേറെ ക്ലാനിൽ നിന്ന് വരുന്നൊരു പെണ്ണുമ്പിള്ളിയാണ്. അതൊരു മരം കുത്തി പോലത്തെ ഒരു സാധനം. അത് ആണ് ഇതിനൊരു ആകെയുള്ളൊരിത്. പുതിയതായിട്ട് ഇനിയിപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവതാർ 3 എന്തിന് കാണണം? ഒരു മരം കുത്തി വരുന്നുണ്ട്. മരം കുത്തി പോലത്തെ പെണ്ണ്. അത് മാത്രമാണ് ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ. ബാക്കിയൊക്കെ ഇതിന് മുന്നേ വന്നു പോയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെ ഉള്ളൂ. പിന്നെ ഓവറായിട്ടുള്ള ഇമോഷണൽ സാധനങ്ങളൊന്നും ഈ അവതാർ 1 അവതാർ 2 ഈ പറഞ്ഞ സാധനം ഉണ്ട്. പക്ഷെ എന്നാലും അവതാർ 3 വരുമ്പോൾ ഇതാണ് പ്രശ്നം. ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ബോറടിയും. ഇതാണ് അവതാർ 3. പിന്നെ ഒരു കാര്യം പറയാം. ഇപ്പോൾ പറയുമ്പോൾ വിഷ്വൽസ് കാണാൻ പോകാമല്ലോ. ഞാനൊരു കാര്യം പറയാം. ചില യൂട്യൂബർമാർ പ്രാങ്ക് ചെയ്യണങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരാളെ തന്നെ 10-20 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു പ്രാങ്ക് വേറെ വേറെ പ്രാങ്ക്. അപ്പോഴൊക്കെ ആളിങ്ങനെ പേടിക്കും. അപ്പോൾ അതേപോലെ അല്ലല്ലോ നമ്മളിതിങ്ങനെ കാണുമ്പോൾ ഓക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓക്കെ. പിന്നെ അതിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുമല്ലോ ഓരോ സെക്കൻഡ്. ഇപ്പോൾ വിഷ്വൽസൊക്കെ ഓക്കെയാണ്. പിന്നെ പിന്നെ ഒരു കാര്യം പറയണ്ടത്. ഇതിൽ അവതാർ 2 എന്താ പറയുക, ഒരു മീന് കണ്ടിട്ടുണ്ട്. വലിയൊരു മീന്. ആ മീനും പിന്നെ ഈ ജെയ്ക് സള്ളി എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടറിൻ്റെ മോനായിട്ടുള്ള വേറെ ക്യാരക്ടറും മീനും തമ്മിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് കിട്ടില്ല സാധനം. ഒന്നാമത് അവതാർ 2 എനിക്ക് മെയിനായിട്ട് വർക്ക് ചെയ്തൊരു റിലേഷൻ എന്ന് പറയുന്നത് ആ മീനും ഈ ചെക്കനും തമ്മിലുള്ളതായിരുന്നു. അത് ഈ അവതാർ 3 പല ഭാഗങ്ങളും അതിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ നൈസായിട്ട് വർക്കായി. അവതാർ 2 വർക്കായ അതേപോലെ തന്നെ പ്രത്യേകിച്ച് ആ മീനിനെ മറ്റേ ആൾക്കാർ പുറത്താക്കിയതാണല്ലോ. അപ്പോൾ പുറത്താക്കിയിട്ട് പിന്നെ ഈ മീന് വന്ന് സംസാരിക്കുന്നത്. പിന്നെ മീന് പുറത്താക്കുക. ആ മീന് അവിടെ നിന്ന് പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് ഫീൽ ചെയ്യും. അതാണ് ഇമോഷണൽ കണക്ഷൻ. ആ ഒരു സമയത്ത് മാത്രം അവതാർ 2 കിട്ടിയ പോലെ തന്നെ അവതാർ 3 കിട്ടിയിട്ടുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞത് അവതാർ 3 ഈസ് നോട്ട് വർത്ത് ഇറ്റ്. വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ OTT കാണാനുള്ള പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും. കാരണം അതാ OTT കാണുമ്പോൾ ഫോർവേഡ് അടിച്ച് കാണാൻ പറ്റും. കാരണം ഭയങ്കര ബോറടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതാണ് അവതാർ 3ൻ്റെ ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം വെക്കുക. സൈനിങ് ഔട്ട്.